നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പം ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് കുറച്ചുകൂടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ സോഷ്യൽ ബോണ്ട് തിയറി, സോഷ്യൽ കൺട്രോൾ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുമൂന്ന് തിയറികളുണ്ട്. ഈ തിയറിക്കകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു ഫേസ് കാട്ടാനുള്ള ഒരു വ്യഗ്രത, ഇതൊക്കെ നമ്മളെ ക്രൈമിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോ തന്നെ എന്തുകൊണ്ടോ നമുക്ക് ക്രൈമിലോട്ട് കൂടുതലായിട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നു. അതായത് സാധാരണ സാഹചര്യം പോലും ക്രൈമിലോട്ട് അല്ലെങ്കിൽ ക്രൈമാണ് അവസാനം എന്നുള്ള രീതിയിലോട്ട് പോകുന്നു. അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മളിപ്പം ദിവസങ്ങളോളം ഒരു മാസമോ 2 മാസമായിട്ട് നമ്മൾ ദിവസങ്ങളോളം ഉള്ള ക്രൈം കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ക്രൈം കേസുകളും കൊലപാതകത്തിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇതും. തർക്കം എന്നുള്ളതിന്റെ എൻഡ് കൊലപാതകം എന്നുള്ള സാധനമല്ല. പക്ഷെ ആ ഒരു രീതിയിലാണ് നമ്മുടെ മനസ്സിനെ ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അഗ്രഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ജയിക്കാൻ വേണ്ടി അവസാനം എന്ന് പറയുന്നത് ക്രൈം അല്ലെങ്കിൽ കൊലപാതകത്തിലോട്ടാണ് നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതായത് ജയിക്കാൻ വേണ്ടി അവസാനത്തെ എൻഡ് എന്ന് പറയുന്നത് കൊലപാതകം. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ സംസാരങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുകയുള്ളൂ. അതിലോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരിലും കാണുന്ന ഒരു കാര്യം, നമ്മൾ പണിഷ്മെന്റ് കാര്യം പറയുന്നുണ്ട്. പണിഷ്മെന്റ് ഇപ്പോഴും പണിഷ്മെന്റുകൾ കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷെ പണിഷ്മെന്റുകൾ കൊടുക്കുന്ന രീതികളും പണിഷ്മെന്റിന്റെ സമയവും, അതായത് ഇപ്പൊ നമ്മൾ ഒരു കോടതിയിൽ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് 5 വർഷം 6 വർഷം, അതിനുശേഷം ഈ പറയുന്ന അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷകളുടെ വ്യാപ്തിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് പറയുമായിരുന്നു ഡെത്ത് പെനാൽറ്റി, കൊലപാതകങ്ങൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ റയറസ്റ്റ് ഓഫ് റയർ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ കേസുകളൊക്കെ റയറസ്റ്റ് ഓഫ് റയർ എന്ന് മാറിയിട്ട് കോമൺ ആയിട്ട് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും സംഭവിക്കുന്ന കൊലപാതകമായി മാറുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ റയറസ്റ്റ് ഓഫ് റയർ കേസായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ശിക്ഷ? ജീവപര്യന്തം ആണെങ്കിൽ എത്ര മാത്രമാണ്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ട്. അതായത് ഫിയർ ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു പക്ഷേ ഫിയർ ഓഫ് പണിഷ്മെന്റിനേക്കാളും കൂടുതൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഗിൽറ്റ് ഫീലിംഗ്, അതായത് കുറ്റകൃത്യത്തെ കുറിച്ചുള്ള ഇത് നമ്മുടെ എല്ലാവരുടെ അടുത്തുനിന്നും പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഓവറായിട്ടുള്ള ദേഷ്യപ്പെടലിന്റെ അവസാനം എന്ന് പറയുന്നത് അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റാതെ വരികയും അത് കൊലപാതകത്തിലോട്ട് നയിക്കുകയും ചെയ്യുന്നു. കൊലപാതകം ചെയ്യുന്ന ആൾക്കാർക്കോ പേടിയില്ല, കൊലപാതകം ചെയ്യാനുള്ള ഒരു പേടിയില്ലായ്മയുണ്ട്, ഗിൽറ്റ് ഫീലിംഗ് ഇല്ലായ്മയുണ്ട്. ഇത് എല്ലാം കൂടെ ഇപ്പൊ അതായത് പണിഷ്മെന്റിന്റെ കുറവ് അല്ലെങ്കിൽ പണിഷ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കാത്തതിന്റെ കുറവ്, അതിന്റെ തെളിവുകളുടെ അവസ്ഥ. ഇപ്പൊ ഈ ഒരു കേസ് തന്നെ ഇത്രയും അധികം എവിഡന്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ കൂടെ സമയമെടുത്ത് മാത്രമേ അതിന്റെ കോടതി വ്യവഹാരങ്ങൾ മാറുള്ളൂ. അപ്പൊ തന്നെ സമൂഹത്തിനുള്ളിൽ ഒരു ലോ ലെസ്നെസ് അല്ലെങ്കിൽ ഒരു നിയമമില്ലാത്തൊരു അവസ്ഥയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും അത് ഒരു പക്ഷേ ഒരു ഡിസോർഡറിലോട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്കുള്ളിൽ തന്നെ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മളിതിനെ കണ്ടത്. ഇതിലിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പ്രതി ലഹരിക്കടിമയാണോ എന്നുള്ള സംശയം വെക്കണം. നമ്മൾ എപ്പോഴും എല്ലാ കേസിലും ഇതിങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ പ്രതി ലഹരിക്കടിമയാണ് എന്ന് പറയുന്നത്. ഈ ലഹരിയുടെ ഒരു ഉപയോഗം കൊണ്ട് മാത്രം ഇയാൾ ഇങ്ങനെ ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ അവരുടെ മൈൻഡ്? അതുമാത്രമല്ല, പിന്നീട് എപ്പോഴെങ്കിലും ഇവർക്കൊരു കുറ്റബോധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ഒരു അപ്പോഴത്തെ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു തർക്കം അവസാനിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനസ്സിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാവും ഒരു പക്ഷേ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. ആ സമയം അവരതൊന്നും ചിന്തിക്കില്ല. പിന്നീട് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം വരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കുറ്റബോധം വരാനുള്ള സാഹചര്യമുണ്ട്. നമ്മളിപ്പോ ഏത് കേസ് എടുത്താലും ലഹരി എന്നുള്ള ഒരു ഫാക്ടറാണ്. അതായത് എല്ലാവരും തുടക്കത്തിൽ പറയുക ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിന്നാണ് നമ്മൾ പറയുമെങ്കിലും അത് എപ്പോഴും ലഹരി എപ്പോഴും നമ്മുടെ ചിന്താഗതികളെ മാറ്റുന്നതായതുകൊണ്ട് തന്നെ കൊലപാതകത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ലഹരി മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, ആ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിംഗ്, ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് വരിക അല്ലെങ്കിൽ ഒരു കലഹത്തിന്റെ ഇടയ്ക്ക് വരിക എന്നുള്ളത് എല്ലാവരിലും കാണാം. അത് ലഹരി മാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതിൻ്റെ അകത്ത് ജീവിതത്തിലെ പ്രഷറുകൾ, സ്ട്രെസ്സുകളൊക്കെ അതിൻ്റെ അകത്ത് ബാധകമാണ്.
അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഗ്രാഫ് പോലെയാണ്, മുകളിലോട്ട് പോവുകയും അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ താഴത്തോട്ട് വരികയും ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ ഒരു തിരിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതാകണം ഒരു പക്ഷേ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈ മുറിക്കാനൊക്കെ ആയിട്ട് കാണുന്നത്. പക്ഷെ അത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതൊരു ഡിഫൻസ് മെക്കാനിസം, ഡിഫൻസ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുനടക്കാനും കാരണമായിട്ടുണ്ടാവും. അതായത് എത്രമാത്രം അതായത് ചാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അത് മുറിച്ചത്. അപ്പൊ ഇതൊക്കെ നമുക്കത് എന്താ പറയുക കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥയിലും, ലഹരിയുള്ള അവസ്ഥയിലും ലഹരി ഇല്ലാത്ത അവസ്ഥയിലും ഉണ്ടാകുന്ന ഓവർ അഗ്രഷനിലും ഒരു പരിധിക്ക് അല്ലെങ്കിൽ ഒരു സമയത്ത് തിരിച്ച് അവർ നോർമലായിട്ട് വരുമ്പം അവർക്ക് വേണമെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകാം. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്ന പല കേസുകളിലും ആ ഗിൽറ്റ് ഫീലിംഗ് മാറിയിട്ട് ഇപ്പൊ ചില കേസുകൾ കാണാറുണ്ട്. ഇപ്പൊ 2 പേരെ കൊന്നു, 3 പേരെ കൊല്ലണമായിരുന്നു. പക്ഷെ അപ്പൊ ആ 3ാമത്തെ ആളെ പുറത്തു പോയിട്ടുണ്ട്. ഇനി നോർമലായിട്ട് വരുമ്പോഴും 3ാമത്തെ ആളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥ നമുക്ക് പല കുറ്റവാളികളിലും കാണാറുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.